അയ്യോ ഇത് എന്നെടുക്ക. ഹലോ ഗൈസ്, വെൽക്കം ടു ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വീണ്ടും പേച്ചിപ്പാറ ബോട്ടിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകൾ നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് പോകാം. ബാക്ക് ക്യാമറയിൽ എടുക്കാൻ. അപ്പം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കാടിനകത്ത് തച്ചമ്മല എത്തിയിട്ടുണ്ട്. തച്ചമ്മല ഇതൊക്കെ വീഡിയോയിൽ വരും. ഇതിവിടുത്തെ ഒരു സ്കൂളാണ്. അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കൂൾ, ഗവൺമെൻറ്റിൻ്റെ സൈഡിലുള്ള ഒരു സ്കൂളാണ്. ഗൈസ്, ഈ സ്കൂളാണെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ടിലെ റോഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ഇവിടെ ഏകദേശം ഒരു 150ഓളം ഫാമിലീസ് ഈ കാട്ടിനുള്ളിൽ, ഇവിടെ ഒരു കാട്ടിനുള്ളിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അതായത് തച്ചമ്മല എന്ന ഗ്രാമത്തിൽ മാത്രം 150ഓളം ഫാമിലീസ് ജീവിക്കുന്നുണ്ട്. അതിന് അടുത്ത് തന്നെ ചുറ്റി ഒരു 3 ഗ്രാമങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രൈമറി സ്കൂളാണ്. പ്രൈമറി എന്ന് പറയുന്നതിനേക്കാളും ഒരു മിഡിൽ സ്കൂൾ. 8ാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കാം. 8ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പേച്ചിപ്പാറയിലോട്ടോ അല്ലെങ്കിൽ കുലശേഖരത്തോട്ടോ അല്ലെങ്കിൽ കളികൽ, ഇങ്ങനെ ഒരു 10 കിലോമീറ്റർ സറൗണ്ടിങ്ങിനുള്ളിൽ അവർക്ക് പോയി പഠിക്കാം. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് റോഡ് വഴി സഞ്ചരിച്ച് തിരിച്ച് പേച്ചിപ്പാറ എത്തണമെങ്കിൽ ഏകദേശം ഒരു 2.5 to 3 മണിക്കൂർ. ബസ് കിട്ടിക്കഴിഞ്ഞാൽ 2 മണിക്കൂറെങ്കിലും മിനിമം സമയം പിടിക്കും. ഇവിടെ നിന്ന് അവർ നടന്ന് ബസ് കിട്ടി പേച്ചിപ്പാറ എത്തണമെങ്കിൽ മിനിമം ഒരു 2 മണിക്കൂർ സമയം പിടിക്കും. എന്നാൽ അതേസമയം ബോട്ടിങ്ങിൽ പോവുകയാണെങ്കിൽ അവർക്ക് വളരെ ചുരുങ്ങിയ സമയം മതി, ഒരു 20 മിനിറ്റിനുള്ളിൽ പേച്ചിപ്പാറ എത്താം. സോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഈ ബോട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ അമ്മമാർ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ 150 കുടുംബങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളെ ബോട്ടിൽ കയറിയത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരനാണെങ്കിൽ അവിടെ എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, കുലശേഖരം വരാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കയറി. വഴി കണ്ട, കാട്ട് വഴി, കാടാണ്, കാടാണ് ഭരത, ഇതൊക്കെ കാടാണ് ഭരത. അങ്ങനെ ഗൈസ്, നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്നതാണ് ഈ ഡാമിൻ്റെ നടുക്കുള്ളൊരു പാറ. ചെറിയൊരു പാറയാണ്, ചെറിയ പാറയല്ല, എത്രത്തോളം പൊക്കമുള്ളൊരു പാറ ആയതുകൊണ്ടാണ് നമുക്ക് ചെറുതായിട്ട് പുറത്തെങ്കിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ
അപ്പോൾ അത്രയ്ക്കൊരു വലിയൊരു പാറ ഇവിടെ ഉണ്ട്. അതിൻ്റെ മുകളിലൊരു ചെറിയൊരു എന്താ പറയുക ഒരു സങ്കല്പം, ഒരു ക്ഷേത്രം പോലെ ഒരു സങ്കല്പം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ആണ്, ബട്ട് അതെന്താണെന്ന് ക്ലിയറായിട്ട് അറിയില്ല. അവിടെയും എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളൊരു വിശ്വാസം. ഹലോ ഗൈസ്, വേറെ ലെവൽ എക്സ്പീരിയൻസ്. അടിപൊളി. മകത്ത് പറ. അപ്പോൾ നമ്മൾ തിരിച്ചെത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമുക്ക് ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ എത്താനുള്ള സ്ഥലമെത്തി. ഇത് കായൽ റോഡ് എന്ന് പറഞ്ഞ സ്ഥലം വന്നിട്ട് അവിടെ നിന്ന് ഏകദേശം ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാരും ചെയ്യണോ പറ. അപ്പോ അത്രയും വേണ്ട. അടിപൊളി എക്സ്പീരിയൻസ്.